ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുഡ് ആഫ്റ്റർനൂണിൽ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുളക്കാട്ടൂർശ്ശിയിലൂടെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഹരിയേട്ടനും ഞാനും എലമ്പുലാശ്ശേരിക്ക് ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുളക്കാട്ടൂർശ്ശി. അപ്പോൾ എന്നാൽ ശരി, ഇവിടെയും കൂടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എന്താണ് നമ്മൾ കുളക്കാട്ടൂർശ്ശിയിൽ നമുക്ക് എന്താ കാര്യം എന്നല്ലേ, ഇവിടെയാണ് ഹരിയേട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള പോക്കാണ് നമ്മൾ. ഇവിടെ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കേട്ടോ. അതായത് തികച്ചും ഒരു ഗ്രാമീണ ജീവിതമാണ്, അതോടൊപ്പം തന്നെ ഒരു കാർഷിക ജീവിതവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്തരം ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയം, അതുകൊണ്ട് തന്നെ അവരതിൻ്റേതായ തിരക്കിലാണ്. റബ്ബർ വെട്ടൽ, പശു വളർത്തൽ, ആട്, കോഴി, ഇനി ഇല്ലാത്തതൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ രീതിയിലും ഒരു കാർഷിക കുടുംബമാണ്. അവരുടെ പഴയൊരു തറവാടാണ് കേട്ടോ അത്. ഇനി വീട് മാറ്റി അവർ പുതിയ വീടൊക്കെ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവർ ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും, അതായത് ഹരിയൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും, അവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 2 മക്കളാണ്, രണ്ടുപേരും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മോനും ഒരു മോളും, രണ്ടുപേരും ബാംഗ്ലൂരാണ്. അപ്പോൾ അവർ റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ രാവിലെ പശുവിനെ കറന്ന് അവർ തൊടിയിലൊക്കെ കൊണ്ടുപോയി കെട്ടി തിരിച്ച് ഉച്ചത്തെ കറവയ്ക്ക് വേണ്ടിയിട്ട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടാണ്. ഇനി അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. ആ ഒരു തിരക്ക് പിടിച്ച സമയത്തിലേക്കാണ് നമ്മൾ കടന്നു ചെന്നിട്ടുള്ളത്. പക്ഷേ അവർക്ക് അതൊട്ടും ഒരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ അവരുടെ ആ ഒരു വഴിക്ക് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ അതെന്തായാലും ഒന്ന് ആസ്വദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. പിന്നെ എൻ്റെ മുൻ വീഡിയോസ് കണ്ടവർക്കറിയാം, പ്രകൃതിയെ അതല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാഴ്ചകൾ ഞാൻ ഇന്നും അത് പകർത്തിയെടുക്കാൻ മറന്നിട്ടില്ല, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മറന്നിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് വീട്ടിൽ നമ്മൾ ബൈക്ക് കൊണ്ട് പോയ വഴിയല്ല, വീടിൻ്റെ നേരെ മുൻവശത്ത് നിന്ന് നമ്മൾ ഇറങ്ങുന്നത് ഈ ഒരു തൊടിയിലേക്കാണ് കേട്ടോ. മുറ്റത്തിൻ്റെ തൊട്ട് മുൻപുള്ള തൊടിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ പ്രകൃതിയുടേതായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഞാനത് നിങ്ങൾക്ക് നേരിട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വോയിസ് ഓവറിൻ്റെ കൂടെ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തൊടി പോലെയുള്ള ഭാഗത്തേക്കാണ് നേരെ ഇറങ്ങുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തേക്കാണ് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ നേരെ മറ്റേ സൈഡിലൂടെയാണ് ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തൊടിയുടെ തൊട്ടപ്പുറത്താണ്, ഇത് കഴിഞ്ഞാൽ ഉള്ള തൊട്ട് അപ്പുറത്താണ് പുഴയുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അവരവരുടേതായ തിരക്കിലാണ്, നമുക്ക് അവരുടെ കൂടെ അങ്ങോട്ട് കൂടാം അല്ലേ. ഓക്കേ. ആളടുത്തേക്ക് വരുന്നുണ്ട്, എന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട്. അതാ ഇയാളാണ് വീഡിയോയിലേക്ക്. ആൾക്ക് മനസ്സിലായി, ഇവള് എൻ്റെ വീഡിയോ എടുക്കുകയാണെന്ന് ആൾക്ക് മനസ്സിലായി. അതൊക്കെ പേര്. ശരി. അവിടെ ഫുള്ള് കുടിച്ചു അല്ലേ. രാവിലെ അവിടെ തൊടിയിൽ കൊണ്ട് കെട്ടിയില്ലേ. അല്ല, അപ്പൊ രാവിലെ കറക്കല്ലേ. ആരെ അല്ലാതെ തന്നെ വീഡിയോ എടുക്കണത് അറിഞ്ഞിട്ടാണ്. റസ്ക് ഒക്കെ കഴിക്കും. അതാ വരുന്നു. കുത്തിയാലേ റസ്ക് ഒക്കെ കൊടുക്കും അവർക്ക്. എല്ലാം കൊടുക്കൂലേ. അല്ല, ആ പരിചയം തന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നത് കണ്ടോ. അതന്നെയാണ്, ആ സാധനം കണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന്. അത് ശരി, അയാളാണോ?
സർവ്വ ഐശ്വര്യങ്ങളൊക്കെ അല്ല ഐശ്വര്യല്ല ഇതുണ്ടായിരുന്നു അറിയില്ല. അതാണ് കുഞ്ഞാപ്പു. ഇവനാണ് അന്ന് പ്രസവിച്ചത്. ഇവിടെ അവളുടെ അമ്മയുണ്ട് കുഞ്ചാപ്പു. ഭയങ്കര പഴം എവിടെ അവരുടെ ബാക്കി? ആ അതിപ്പോ ഏകദേശം 1 കൊല്ലായില്ലേ അല്ലേ? ഏപ്രിൽ 15-ാം തീയതി. ആ അപ്പൊ 1 വയസ്സായിട്ടില്ല. രാവിലെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ആളാണ് വീഡിയോ എടുക്കണപ്പോ ഓടി വന്ന്. ഇവനെന്താ ആര് പോന്താണ്. ഞാൻ ഇവരെ സാറ് ഉച്ചക്ക് കൊണ്ടുവരില്ല, ഉച്ചക്ക് കൊണ്ടുവരില്ല. വെച്ചാണ്ടോ കയ്യിലെങ്ങാട് കൊടുത്താലും പിന്നെ അവന് പ്രത്യേക സ്നേഹമാണ് കേട്ടോ. പ്രത്യേക സ്നേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൂത്ത കുട്ടിയാവും. പൊന്നോ ധാര വന്നോ ധാര പോട്ടുള്ളതാണോ നോക്കിയാ അവനെ നിറയെ പേരാണ്. കണ്ടില്ലട്ടോ കൈ കാണിച്ചാ മതി. കൈ കാണിച്ചോ തട്ടില്ലാവര് ഒന്നും ചെയ്യില്ല. സ്നേഹം കൊണ്ട് വരികയാണ്. വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓടി വരും. കടിക്കുന്നില്ല കേട്ടോ. വായിൽ എത്ര കൈയിട്ടാലും ഇതുണ്ടോ ഹരിയേട്ടാ ഇവിടെ വന്നോക്കി നോക്കാൻ. വായിൽ വിരലിട്ടെടുത്താലും കൈ ഇട്ടെടുത്താലും കണ്ടോ കൈ മൊത്തം വായല കടിക്കാടോ. അതാ വെറുതെ ഇല്ല ഈ മൃഗങ്ങളെ സ്നേഹിക്കണം പറയണല്ലേ. മൃഗങ്ങളിലെ ഏറ്റവും പശുക്കൾ. പോവല്ലേ അല്ലേ? കയറൊക്കെ പിടിച്ചു വന്നിട്ട് 4 ഭാഗം ബ്ലോക്ക് ആക്കി. പക്ഷെ പുറത്തേക്ക് നമുക്ക് ഒരു ദിവസമാണ് മാറാൻ പറ്റില്ല അല്ലേ? അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങള് ടൂറ് പോകുമ്പോ എന്താ ചെയ്യാ? ഇതിന് പറ്റിയ ആളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് എവിടെ ടൂറ് പോയേ? ലാസ്റ്റ് ടൂറ് പോയത് എവിടെയാ? മൂകാംബിക. ഭയങ്കര വീർത്തിയാണ് ഇപ്പം കേട്ടോ. 3 വലുതും 3 ചെറുതും അല്ലേ? 3 അവിടെ പുറത്താ? അത് ശരി. അത് ശരി. 9 ആളുണ്ടല്ലേ? ആ 3 പശു അതോ അത് പശുവോളോ അതോ? പശു തന്നെ. അല്ല അവിടെ തുറന്നുള്ള പശു. ആളെന്നെ തന്നെ നോക്കി നിക്കണ്ട്. ഇതന്നെ അതന്നെ വീഡിയോയുടെ മുമ്പ് നിങ്ങള് കുട വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ ചന്തക്കാരിയായിട്ട് നിക്കാണ്. ഞാൻ അടുത്തേക്ക് വന്ന ചവിട്ടോ? കുഞ്ഞാപ്പോ അളിയനെ നോക്കിയിരിക്ക. എന്താ കിട്ടുന്നത്? അതിന് കാലത്തിൻ്റെ കളിയാ ചാക്കിൽ എടുത്തോളൂ. അതന്നെ ഭയങ്കര അതിന് കൊടുത്തൊന്നും ചെയ്യില്ല ആണോ. എപ്പോഴും നിന്നോട് അവനെ ഭയങ്കര കുടുവേ കുടു ആളുകൾ കുടു ആള് വളർത്തി ആള് സുന്ദരി. നോക്കി നോക്കൂ അതിനെ തട്ടി മാറ്റിട്ട് അതന്നെ വരുന്നു. അയ്യോ ഇതെന്താ വെച്ചിട്ടാണ് ഇപ്പൊ
എന്ത് രസമല്ലേ ഹരിയേട്ടാ. ആ ഓർമ്മ. എന്നിട്ട് ഓടിയത് അവിടുന്നല്ലേ. എന്തായാലേ തനിയൊരു കാർഷിക, അതെ, ഗ്രാമീണതയും കാർഷിക ജീവിതവും. ഇതിനൊക്കെ എന്താ വെച്ചാൽ കറക്കാനേ നമ്മുടെ വീട്ടിൽ സുഖം. അപ്പൊ നമുക്ക് മറ്റേ വേറെ ഒന്നും വേണ്ട, വീട് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കറക്കാം. അന്ന് ചവിട്ടോ പിടിക്കോ ഒന്നുമില്ല നമ്മുടെ ആൾക്കാർ. ഇത്ര ഇതാണ്. രണ്ട് കൈ ഇടുവാണെങ്കിൽ രണ്ട് കൈ കറക്കാം, ഒരു കൈ ഇടുവാണെങ്കിൽ ഒരു കൈ കറക്കാം. ഇത് എന്തരെയാണ് അതെല്ലാം നമ്മുടെ ആളാണ് കേട്ടോ. നമുക്ക് ധൃതി രണ്ട് കൈ കറക്കാം. നീ സൊസൈറ്റി കൊണ്ടേ കൊടുക്കണ്ടേ? 3 മണിക്ക് പോകണേ, 2:30 രാവിലെ 25 ലിറ്റർ ഉണ്ട്, ഉച്ചയ്ക്ക് 10 ലിറ്റർ. അതല്ലേ പുറത്ത് കൊടുക്കണ്ടോ നമ്മള്? സൊസൈറ്റി 7 നടക്കും, വരെ പുറത്തുകൂടെ വീട്ടിൽ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 2-3 ലിറ്റർ സ്ഥിരം വീട്ടിൽ കൂടി ഉണ്ട്. രാവിലെ മാത്രം? അത് രാവിലെ ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് ഇവിടുന്ന് തറവാട്ട് കുഞ്ഞാപ്പ് അവനാണ് പറഞ്ഞു കെട്ടുനിറക്കി. അത് ഇതിനോടെ കൂടെ പോകും, സൊസൈറ്റിക്ക് പോകുന്ന വഴി കൂടെ വീട് കൂടെ പോകും, പക്ഷെ പുറത്തു കൂടെ കൊടുക്കില്ല. എന്താണ് ആക്കിയിട്ടൊക്കെ തുണക്കാരൊപ്പം കൂട്ടിയിട്ടേ ഇവിടുന്ന് തറവാട്ട് കുഞ്ഞാപ്പ് അമർത്തി വയ്ക്കണം മുകളിൽ താഴ്ത്തിക്ക്. അത്ര തന്നെ അതാണ്. ചവിട്ടില്ല, പേടിക്കണം, ഒന്നും ചെയ്യില്ല. അവിടെ കബിളല്ല, ആരും ചെയ്യില്ല. ഇവിടുത്തെ പാല് വരാൻ തുടങ്ങിട്ടുള്ളൂ. ഏത് പണി പോലെ എല്ലാ പണിയും കാണും. അടുത്ത് കാണുന്നു. അങ്ങനെയല്ല, മറ്റേ മറ്റേ അതും വയ്ക്കാൻ അറിയാനേ. ഒന്നും ചെയ്യാൻ നമുക്ക് അത് നിൽക്കാൻ പറ്റില്ല. ഇല്ലില്ല കളിക്കാൻ ഇതൊക്കെ വീടുകളിലേക്കുള്ളത് അല്ലേ? അതല്ലേ ഞങ്ങള് പോയില്ലേ, അത് കാരണം പൈക്കൾക്ക് ആൾക്കാരെ കാണുമ്പോൾ ഇനി അവരെ വിട്ടിട്ട് പോകുന്നൊരു പേടിയുണ്ട്. അവനെ കൂട്ടാതെ പോയതിന്റെ പരിഭവം അത് നിങ്ങൾ വരാൻ വൈകിയോ? അതാ. അപ്പൊ നിങ്ങൾ വരാൻ വൈകിയതിന്റെ പരിഭവം അപ്പൊ കാണിച്ച്. തെറ്റിയോ? തെറ്റിയോ? അപ്പൊ നിങ്ങള് വരാൻ എന്തോ 2 മിനിറ്റ് വൈകിണു ആള്. അപ്പൊ അതാണ്. ഇനി ഇങ്ങനെ വിടുക? എന്നിട്ട് തന്നെ തിരിച്ചു വരുമോ? എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുമോ? ഇങ്ങോട്ട് തിരിച്ചു? അത് ശരി.
രണ്ടാമത്തെ ചേച്ചി. ഈ ചേച്ചിനെ അധികം കണ്ടിട്ടില്ല ആരും അല്ലേ? വല്യേച്ചി, രാജേച്ചി, ശ്യാമേച്ചി ഇവരെ കണ്ടിട്ടുള്ളൂ. ചെറിയേച്ചിയെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അത് കാണാത്തതിന്റെ കാര്യം ഇപ്പൊ എന്താന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവൂലേ എല്ലാവർക്കും. ഇവിടുന്ന് തിരിയാനുള്ള സമയം കിട്ടിയാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇതാ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതാ നേരെ പശുക്കളെ കൊണ്ടേ കെട്ടാൻ പോവാ. പിന്നെന്താ വെച്ചാൽ അടുത്തത് എന്താ? ഇനി പുല്ലരിയാൻ പോവാ. പുല്ലരിയില് ഇപ്പൊ പശുവിനെ കൊണ്ടുവന്നു, പാല് കറന്നു. ഇനി വിജയേട്ടൻ സൊസൈറ്റി കൊണ്ടേ കൊടുക്കും അല്ലേ? ഞാൻ പുല്ലരിയാ പോവാ. ആ ചേച്ചി നേരെ പുല്ലരിയാൻ പോവാ. രാത്രി എപ്പോഴാണ് ഫ്രീ ആവുക രണ്ടാളും? 9 മണിയായിരിക്കും ഫ്രീ ആയി. 9 മണി. പക്ഷെ നല്ല സുഖമാണ്. നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരു തിരക്കുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഒരു ഇപ്പം നമ്മളൊക്കെ എൻജോയ് ചെയ്യണ പോലെ ഇവർക്ക് വീട് വിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങളെക്കാളും എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് രാമേശ്വരം, മൂകാംബിക അതെ 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 സ്ഥലങ്ങളിലൊക്കെ പോയി. എവിടെ ഇനി പോവാനല്ലേ? ഒരു വിധത്തിൽ തിരുപ്പതി പോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് പോയത് രാമേശ്വരം. അല്ല, ലാസ്റ്റ് പോയത് എന്താ മൂകാംബിക. രാമേശ്വരം പോയി, മൂകാംബിക പോയി, കുടജാദ്രി പോയി, കുടജാദ്രി, മുരുടേശ്വരം. ആ സമയത്തൊക്കെ പശുക്കളെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് ഉടുപ്പി പോയി. ഉടുപ്പി കാര്യയുടെ നമ്മള് പറയും പശുക്കളും ആടുകളൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലാന്ന്. അത് കഴിഞ്ഞിട്ട് ചാണകം കളയും. ചാണകം കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെ ഞാൻ കറക്കും. ഒരു 2 പശുവിന് മണിയേട്ടം കറക്കും. മണിയേട്ടം റബ്ബർ വെട്ടാൻ പോകും. അടുക്കളയിൽ പോകും. അടുക്കളയിൽ പോയി അടിക്കുക, തുടയ്ക്കുക, മണിയേട്ടം കുളിക്കാനുള്ള വെള്ളം വയ്ക്കുക. അത് കഴിഞ്ഞ് കുഴച്ച് പോകും. ഞാൻ കുളിച്ചിട്ട് വരും. ഇറ്റടിയും ചാണകം തടിയും കഴിഞ്ഞ് കുളിച്ച് വരും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, പലഹാരമുണ്ടാക്കി, അത് കഴിക്കാനുണ്ടാക്കും. അത് കഴിഞ്ഞ് ഉച്ചക്കുണ്ടാക്കും. അപ്പോഴേക്ക് ചാണകം കളയുക, പാല് റബ്ബർ വെട്ടി പാലെടുക്കുക. ഫുൾ ടൈം രാത്രി 9 മണി വരെ അവര് എൻഗേജ്ഡ് ആണ്. നമ്മള് പുറത്ത് ജോലിക്കൊക്കെ പോണവര് പറയും എവിടെ നമുക്ക് എവിടെ സമയം, രാവിലെ പോയി. പക്ഷെ നമ്മൾ 5 മണി 6 മണിയാകുമ്പോഴത്തേക്കും നമ്മള് വീട്ടിൽ തിരിച്ചെത്തും. ഇവര് 9 മണി വരെ വീട്ടിലുണ്ട്. പക്ഷെ ഫ്രീ ആവണത് രാത്രി 9, 9:30 അല്ലേ? പിറ്റേ ദിവസം രാവിലെ വീണ്ടും 4 മണി 4 മണിക്ക് തുടങ്ങുക. പക്ഷെ എന്തായാലും ഇവിടെ വന്നപ്പോ നമുക്ക് തന്നെ അല്ലേ കയറിയിട്ടാ ഒരു പ്രത്യേക ഭയങ്കര രസം. ഇത് എത്രത്തോളം നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തത് അത്രയും എഫക്റ്റ് അവർക്ക് കിട്ടുമോ എന്നൊക്കെ നമുക്ക് തോന്നുക അല്ലേ? നമ്മൾ ഈ നേരിട്ട് കാണുന്നതിന്റെ അത്രയും ആ ഒരു അടുത്തത് എഴുന്നേൽക്കും. അവർക്കുള്ള ഭക്ഷണം വെള്ളം കൊടുക്കുക, തിന്നാൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4:30 5 മണിക്ക് കറവ തുടങ്ങും. ഇവരെ കുടിച്ചിട്ട് കറവ തുടങ്ങും. അത് കഴിഞ്ഞൊരു 6 6:30 മണിക്ക് കറവ കഴിഞ്ഞ് പാൽ സത്യത്തിൽ കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ പുറത്തേക്ക് വിടുക. പിന്നെ അവർക്ക് ദിവസം പിന്നൊക്കെ അവർക്കെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെന്താ ആഹാരം ഉണ്ടാക്കി വെച്ചാൽ മത്സ്യമാംസങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അവർ തിന്നും. പഴം, ബ്രെഡ്, റോസ്ക്, പുട്ട്, അതൊക്കെ സമയം തെറ്റി കഴിഞ്ഞാൽ 1:30 മണി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും പുല്ലി. അല്ലെങ്കിൽ അയ്യപ്പളൊക്കെ അതേപോലെ നിലവിളിക്കും. പിന്നെ അടി ഇടിക്കാൻ വരും, ദേഷ്യം വരും. ഇവരുടെ പേരുടെ കുഞ്ഞാപ്പൂ, കുഞ്ഞാപ്പാണ്. പിന്നെ താരം. പിന്നെ അവിടെ കൂടുണ്ട്. ഇവര് നമുക്കൊരു 9 പേരുണ്ട് മൊത്തം. 2 ആളെ നമ്മള് വേറെ വിരുന്ന് കൊടുത്ത് എന്താ പറയല് നോക്കാൻ കൊടുത്തേക്കാണ് വേറെ ആൾക്കാർക്ക്. കാരണം നമുക്ക് ഇവിടുത്തെ തൊഴുത്ത് സൗകര്യമില്ലാത്തതുകൊണ്ടേ ഇവിടെ പിന്നെ നമുക്ക് പുഴയൊക്കെ ഉണ്ടാവേണ്ട എന്താ പറയുക, നമുക്ക് പിന്നെ എന്താ പറയുക പുല്ലും ഇതൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ടാവുകൊണ്ടേ കൊടുക്കാം. പിന്നെ എന്താ വെച്ചാൽ ഇവർക്ക് എന്താ വെച്ചാൽ നമ്മളോട് ഉള്ളവർക്ക് എന്താ പറയുക ഒരു ഉപദ്രവമില്ല. ഇവിടെ വാടാ പറഞ്ഞ ഇവിടെ വരും കേട്ടോ. ഇവിടെ വാടാ, ഇവിടെ കളിക്കാറ്, ഇവിടെ അങ്ങോട്ട് തിരിക്കാം, അങ്ങോട്ട് തിരിക്കാം അല്ല കേട്ടോ. അത്ര സ്നേഹം. ചവിട്ടിന്റെ കാലിലേ കേട്ടോ. ഇതൊക്കെയാണ് അംഗങ്ങള്. ഇവൻ വന്നതിന് ശേഷമാണ് അവരൊക്കെ ഉണ്ടായത്. ഒരു ആദ്യം കടന്നു കേട്ടോ. ഇതൊക്കെയാണ്. ഇതാണ് വീടിന്റെ ദൂരെ നിന്നുള്ള വ്യൂ അല്ലേ? ആ ഇനി ഇതുവഴി നേരെ ഇങ്ങോട്ട് ഇറങ്ങിയ ഇത്ര നേരം കണ്ടതിനേക്കാൾ നല്ല അടിപൊളി കാഴ്ച അടുത്തത് അല്ലേ? പുഴ